ഹായ് ഹലോ, ഇത് നമ്മുടെ മഞ്ഞളാണ്. മഞ്ഞളെന്ന് പറയുമ്പോൾ നമ്മുടെ പച്ച മഞ്ഞൾ ഫേസിൽ ഇടുന്ന കസ്തൂരി മഞ്ഞളൊന്നുമല്ല. നമ്മൾ കറിക്ക് അരയ്ക്കുന്ന മഞ്ഞളുണ്ടല്ലോ, കറക്റ്റ് ആ മഞ്ഞളാണ്. മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അതിൻ്റെ മഞ്ഞളാണ്. വീട്ടിലത്തെ ഒരു 4-5 ചെടി മഞ്ഞൾ ചെടി ഉണ്ടായിരുന്നു. സോ അത് പാകമായപ്പോൾ അതിൽ നിന്ന് മഞ്ഞൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര മാത്രമല്ല, ഒരു പ്ലേറ്റ് കംപ്ലീറ്റ് മഞ്ഞൾ ഈ ഒരു 4-5 ചെടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ അത്രയും കിട്ടിയപ്പോൾ ഞാൻ നല്ല രീതിയിൽ സർപ്രൈസ്ഡ് ആയിപ്പോയി. അത് മാത്രമല്ല, ഈ വലിയ മഞ്ഞൾ പീസസ് ഒക്കെ ഇതിൽ നിന്നൊക്കെ എടുത്തപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി ഇങ്ങനെ എടുക്കുന്നതും അതിൽ നിന്ന് മഞ്ഞൾ എടുക്കുന്നതും അതിൽ നിന്ന് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നതും കാണുന്നത്. അങ്ങനെ ഒരു പ്ലേറ്റ്, ഒരു 4-5 ചെടിയിൽ നിന്ന് ഒരു പ്ലേറ്റ് നിറയെ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും മഞ്ഞളാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കുറച്ച് ചെടിയിൽ നിന്ന്. സോ ഇത്രയും കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാമല്ലോ എന്നായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. പിന്നെ അതിൻ്റെ പ്രോസസ്സ് കണ്ടു വന്നപ്പോഴാണ് ഇത്രയും എക്സ്പെക്ട് ചെയ്ത് അത്രയൊന്നും കിട്ടത്തില്ല. ആൻഡ് ആ ഒരു പ്ലേറ്റ് മഞ്ഞൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം. ഒരു 7-8 ദിവസം ഓൾമോസ്റ്റ് ഇത് ഉണക്കിയതിന് ശേഷമാണ് ഈ ഒരു ക്രിസ്പി രീതിയിൽ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയത്. അങ്ങനെ ഈ ഉണങ്ങിക്കിട്ടിയ മഞ്ഞളുടെ ഇതൊരു ക്വാണ്ടിറ്റി കണ്ടല്ലോ. സോ അത്രയും മഞ്ഞൾപ്പൊടി ആ ഒരു വലിയ പ്ലേറ്റിൽ നിന്ന് കിട്ടത്തുള്ളൂ. സോ ഇത് നല്ലതുപോലെ ഫൈനായിട്ട് നല്ല പൗഡർ പോലെ മഞ്ഞൾപ്പൊടി പോലെ നല്ല രീതിയിൽ പൊടിച്ചെടുത്തപ്പോൾ ഈ ഒരു കോഫി ബ്രൗൺ കളറിലുള്ള മഞ്ഞൾപ്പൊടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ പക്ഷേ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ലായിരുന്നു. ആൻഡ് ഈ ഒരു കളർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയ്യിലെടുത്ത് നോക്കിയിട്ട് ആ മഞ്ഞൾപ്പൊടി മാറ്റിയതിന് ശേഷം കയ്യിൽ നല്ല ഫൈനായിട്ടുള്ള യെല്ലോ കളർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടിയുടെ കറക്റ്റ് കളർ. ആൻഡ് ഇത് ഈ ഒരു ഇത്രയും കളറുള്ളത് കൊണ്ട് നമുക്ക് കറിയിൽ വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയാകും. സോ ബൈ.